ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് ഓണം സദ്യയിലേക്കുള്ള ഒരു കറിയാണ്. ഇഞ്ചി കറിയാണ് ഇന്ന് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. ഞാൻ എപ്പോഴും ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് 150 ഗ്രാം ഇഞ്ചിയാണ്. തോലൊക്കെ ചെത്തി അത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. വളരെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പനം കൽക്കണ്ടം ആണ് ഞാൻ മധുരത്തിന് വേണ്ടി ചേർക്കുന്നത്. ശർക്കര പൊടിച്ചതും ചേർക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കൂടെ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളത്തിലോട്ട് കുതിർക്കാൻ വെച്ചിരിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലർ ഉലുവ പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് കൂടെ ചേർത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പനം കൽക്കണ്ടും കൂടെ ചേർത്ത് ഞാൻ പൊടിച്ചെടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട്. ഇനി എണ്ണയിലോട്ട് വറുത്ത് വെച്ച എണ്ണയിലോട്ട് കടുക് താളിച്ച ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിം ആക്കിയ ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയും കൂടെ ചേർത്ത് വറുത്തെടുക്കാം. അതിലേക്ക് പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഇഞ്ചി പേസ്റ്റും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലിപ്പം എരിവും പുളിയും മധുരവും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു കറിയാണ് ഇഞ്ചി കറി. എല്ലാവർക്കും അറിയാം. സദ്യയ്ക്ക് മാത്രമല്ല, എപ്പോഴും ഉണ്ടാക്കി വയ്ക്കുന്നത് നല്ലതാണ്. ഡൈജഷൻ നന്നായിട്ട് നടക്കും. ഇനി ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. ഈ പരുവത്തിൽ നമുക്ക് ഇഞ്ചി കറി എടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.